നമസ്കാരം പ്രിയമുള്ളവരെ, ഒരുപാട് മാസങ്ങളായി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ നമ്മളിന്ന് NH66 ആറുവരി വികസനത്തിൻ്റെ വർക്കുകൾ ഏകദേശമൊക്കെ മലപ്പുറം ജില്ലയിൽ 99.99% കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഉണ്ടായ ചില ബുദ്ധിമുട്ടുകൾ, നമ്മുടെ മേലേച്ചാളാരിത്തെ കുറച്ച് പ്രശ്നങ്ങളാണ് നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, മേലേച്ചാളാരി കോട്ടക്കൽ ഭാഗത്തേക്ക് ബസ് കാത്തു നിൽക്കുന്നവരെയാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം 2:45 സമയം. ഈ സമയത്ത് പൊരി വെയിലത്താണ് അവിടെ മനുഷ്യർ ബസ് കാത്തു നിൽക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്ന നമ്മുടെ ബസ് സ്റ്റോപ്പല്ല, ബസ് നിർത്തിയിരുന്ന സ്ഥലം അതാ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അടുത്തായിരുന്നു, ദില്ലി ദർബാറിൻ്റെ അടുത്ത്. പിന്നീട് റോഡ് വികസനമൊക്കെ കഴിഞ്ഞപ്പോൾ മേലേച്ചാളാരി ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ സ്ഥലമില്ല എന്നുള്ളതാണ് സത്യം. അത് ഇരു ഭാഗത്തേക്ക്, കോഴിക്കോട് ഭാഗത്തേക്കായാലും ശരി, കോട്ടക്കൽ ഭാഗത്തേക്കായാലും ശരി. ഇപ്പോൾ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണത്. അത് നിർത്തിയ സ്ഥലം കണ്ടോ? ഇവിടെ ഫുട്പാത്തെങ്കിലും കുറച്ച് വീതി ഉണ്ട് നോക്കാം. ഈ ഫുട്പാത്തിലാണ് ആളുകൾ ബസ് കാത്തു നിൽക്കുന്നത്. ഇത് അപ്പുറത്ത് ഓവർപാസ്സാണ്. ഓവർപാസിൻ്റെ അടുത്ത് ബസ് നിർത്തിയാൽ മൊത്തം ബ്ലോക്കാവും. പക്ഷേ ബസ്സുകാർക്ക് നിർത്താൻ വേറെ സ്ഥലമില്ല. അതേപോലെ തന്നെ ജനങ്ങൾക്ക് ബസ് കാത്ത് നിൽക്കാനും വേറെ സ്ഥലമില്ല. ഇതിപ്പോൾ ഓട്ടോ സ്റ്റാൻഡാണ് ഈ ഭാഗത്തുള്ള. ഓട്ടോറിക്ഷക്കാർ, പാവപ്പെട്ട ഓട്ടോ ഡ്രൈവർമാർക്ക് വണ്ടി നിർത്താൻ സ്ഥലമില്ല. ഈ ഓവർപാസിൽ ഇപ്പോൾ ഈ 2:45 സമയത്ത് ഇത് വൈകുന്നേരം കംപ്ലീറ്റ് ബ്ലോക്കാണ്. കാരണം ഇതേപോലെ തന്നെ മാതാപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ, അതേപോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ, പിന്നീട് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് പോകുന്ന വാഹനങ്ങൾക്ക് വേറെ എക്സിറ്റ് ഇല്ല. പഠിക്കുന്ന എക്സിറ്റ് എടുത്തിട്ട് ഇതിലെ പോകണം. അതേപോലെ തന്നെ ചെട്ടിപ്പടി പരപ്പനങ്ങാടി പോകുന്ന വാഹനങ്ങൾക്ക് എൻട്രൻസ് കിട്ടണമെങ്കിൽ ചാളാരിക്ക് വരണം. ഇത് കണ്ടോ? ഈ ജ്വല്ലറിൻ്റെ ഈ ചെറിയ ഭാഗത്താണ് കോഴിക്കോട് ഭാഗത്തേക്ക് ആളുകൾ ബസ് കാത്തുക്കുമ്പോൾ വെയിലും മഴയും കൊള്ളാതെ നിൽക്കുന്ന സ്ഥലം. ഈ സർവീസ് റോഡ്, അപ്പുറത്ത് ഓട്ടോ സ്റ്റാൻഡ് കണ്ടോ, ബസ് നിർത്തിയ സ്ഥലം. എന്നിട്ട് കംപ്ലീറ്റ് ബ്ലോക്ക്. മേലേച്ചാളാരി എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് വിദ്യാർത്ഥികൾ, ഇപ്പോൾ ഒരു ഹൈസ്കൂളുണ്ട്, പോളിടെക്നിക് ഉണ്ട്, സമസ്തൻ്റെ മെയിൻ സെൻ്ററാണ് നമ്മുടെ. പിന്നീട് 100 കണക്കിന് സ്ഥാപനങ്ങളുണ്ട്. ഇത്രയും ആളുകൾ പെരുമാറുന്നൊരു സ്ഥലത്ത് ബസ് സ്റ്റോപ്പിനുള്ള സ്ഥലം ഇല്ലയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതർ വന്നിട്ട് NHAI എല്ലാവരും പ്രതികളാണ് ഇതിൽ. കണ്ട, ഈ ഭാഗത്ത് നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ സൈഡിലെ ഫുട്പാത്താണിത്. ഫുട്പാത്ത് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയോ ചോദിച്ചാൽ ഇല്ല. ഫുട്പാത്ത് പല സ്ഥലത്തും പോയി മുറിയിട്ടോ. നമ്മളിങ്ങനെ കാണും, അതോ വെറുതെ എന്തൊക്കെയോ ചെയ്ത് വെച്ചൊരു ഫുട്പാത്താണ്. കണ്ട, കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഫുട്പാത്ത് കഴിഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വാഹനങ്ങൾ, അവിടുന്ന് ഇങ്ങോട്ട് സർവീസ് റോഡിന് വരുന്ന വാഹനങ്ങൾ, ഓട്ടോ സ്റ്റാൻഡ്, മനുഷ്യന്മാർക്ക് നടക്കാനുള്ള സ്ഥലം പോലും മേലേച്ചാളാരി ഈ ഭാഗത്തില്ല എന്നുള്ളതാണ്. കണ്ടാ, ഇത് പഞ്ചായത്തിൻ്റെ മറ്റേ പ്ലാസ്റ്റിക് കൂപ്പിടുന്ന സാധനമാണ് ഫുട്പാത്തുമ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ഇത് പിന്നീട് വന്നാൽ നമ്മുടെ സലഫി മസ്ജിദിൻ്റെ ആ ഭാഗം, DMS ഹോസ്പിറ്റലിൻ്റെ അവിടേക്ക് പോകുന്ന ഭാഗം, ഇവിടുത്തെ ഫുട്പാത്ത് ഉണ്ടാ, ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടാ. ഓട്ടോറിക്ഷക്കാരെന്ത് ചെയ്യും? ഓർക്ക് ഓടണ്ടേ, മനുഷ്യന്മാർക്ക് ബസ് കയറണ്ടേ, ബസ്സുകാർക്ക് ആളെ കയറ്റണ്ടേ? ഇതിനൊന്നിനും സ്ഥലമില്ല. ഇനി സ്ഥലം ഏറ്റെടുത്ത് ഇതിപ്പോൾ ഇതാണ് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് വന്ന ബസ്സുകൾ നിർത്തുന്ന സ്ഥലം. ഇവിടെ അല്ലെങ്കിൽ ഇതിനെ കുറച്ച് മുന്നോട്ടോ നിർത്തും. ഇത് മാതാപ്പുഴ റോഡാണ്. അപ്പുറത്ത് ഓവർപാസ് നിന്ന് വരുന്ന വാഹനങ്ങളും ബാക്കിൽ വരുന്ന വാഹനങ്ങളും കംപ്ലീറ്റ് ബ്ലോക്ക്. ഇത് മാതാപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന റോഡ്. അവിടെ മാതാപ്പുഴ ഭാഗത്തേക്ക് പോകണ ബസ് ഒരു 10-15 മിനിറ്റ് ഇവിടെ നിർത്തിയാലേ അവർക്ക് മുതലാവുള്ളൂ. അപ്പോൾ അവരെ സ്റ്റാൻഡ് അത് മൊത്തത്തിലാകെ കുളമായി കിടക്കുകയാണ് മേലേച്ചാളേരിയിലെ അവസ്ഥ. ഞാൻ 2 മാസമായിട്ട് ഇത് കണ്ടിട്ട് ഞാനിങ്ങനെ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കണം. കാരണം താഴേച്ചാളാരിയും കുളപ്പുറമൊക്കെ സ്മൂത്തായി സ്ഥലമൊക്കെ ഏറ്റെടുത്തുണ്ട്. ഇപ്പോൾ മേലേച്ചാളാരി ഒന്നിനും പറ്റാത്ത അവസ്ഥയിലാണ്. എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇനി ജനങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ഒന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട്, മാതാപ്പുഴ റോഡിന് കുറച്ച് മുന്നോട്ട് വന്നിട്ട് നമ്മുടെ വാട്ടർ അതോറിറ്റിൻ്റെ ഓപ്പോസിറ്റിൽ നമ്മുടെ ഒരു ഷോറൂമുണ്ട്. എൻ്റെതല്ല, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളൊരു ഷോറൂമുണ്ട്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ, ഫോൺ സ്റ്റോർ എന്നാണ് പേര്. നിങ്ങൾ ഇവിടെ ഇന്നും ഓഫറാട്ടോ, അതൊക്കെ ഞാൻ പറയാം. നിങ്ങൾ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ചെറിയ കടയാണെന്ന് തോന്നും, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വേറെ സംഭവമാട്ടോ. ഇവിടെ കോസ്മെറ്റിക്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഉണ്ട്, പിന്നെ നമ്മുടെ ടോയ്സ് ഉണ്ട്, ഗിഫ്റ്റ് ഉണ്ട്, ഫാൻസി ഐറ്റംസ് ഉണ്ട്. ഒരു ലൈഫ് സ്റ്റൈൽ ഷോറൂമാണ് ഇത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഓൺലൈൻ പ്രൈസിലും താഴെ ഓഫ്ലൈനിൽ പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ഓൺലൈനിൽ നമ്മൾ സാധനം വാങ്ങുമ്പോൾ നമുക്കത് തിരഞ്ഞെടുക്കാനോ അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പല കുറവും വരും. പക്ഷേ ഇവിടെ അതേ വിലക്ക് എന്ത് ചെയ്യുക, ഓൺലൈനിൽ അതേ പ്രൈസിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ഉപയോഗിച്ച് നോക്കി വാങ്ങുക എന്നുള്ളതാണ് ഈ ഷോറൂമിൻ്റെ പ്രത്യേകത. ചാളാരൊക്കെ വരുമ്പം
ഈ കുറച്ച് മുന്നോട്ട് പോകുന്നത് മാതാപ്പുഴ റോഡിന് കുറച്ച് മുന്നോട്ട് പോന്നാൽ നമ്മുടെ വാട്ടർ അതോറിറ്റിൻ്റെ ടാങ്കിന് നേരെ ഓപ്പോസിറ്റാണ്. നിങ്ങൾക്കൊരു വ്യത്യസ്തമായ ഷോപ്പിംഗ് അനുഭവം ഫോൺ സ്റ്റോർ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഫോണിൻ്റെ ചാർജർ, കേബിൾ പോലത്തെ ആക്സസറീസുകളും ലഭ്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് മാറ്റാം. അതേപോലെ തന്നെ പൗച്ചുകൾ ഇഷ്ടം പോലെ പൗച്ചുകളുണ്ട്. ഒരുവിധ മോഡലിൻ്റെ പൗച്ചുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. എന്നും ഓഫറുള്ളൊരു ഷോപ്പാണിത്. അതേപോലെ തന്നെ നമ്മുടെ സൗണ്ട് ബാറുകൾ, ഇതേപോലെ തന്നെ ബ്ലൂടൂത്ത് സ്പീക്കറുകൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് സുഹൃത്തുക്കളെ. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും കാണാം. ഗുഡ് ബൈ.